بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد. അവസാനത്തെ ആയത്താണ് ചർച്ചയിലൂടെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞ വ്യാഖ്യാനം. സിഹർ ചെയ്യുന്ന സാഹിര്യങ്ങളായ പെണ്ണുങ്ങളുടെ ഷർറിൽ നിന്നും പദവിയെ നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെത്തിയുള്ളൂ എന്നത്. അതിനും മഹാന്മാർ പറഞ്ഞ മറ്റൊരർത്ഥം ഉറപ്പിക്കപ്പെട്ട കെട്ടുകൾ അഴിക്കാൻ വേണ്ടിയിട്ട് തലയന മന്ത്രം നടത്തുന്ന പെണ്ണുങ്ങളുടെ ഷർറിൽ നിന്ന് കാവലിനെത്തിയുള്ളൂ എന്നത്. അതായത് രാത്രി സമയത്ത് നമ്മുടെ ഈ കുടുംബബന്ധം എന്ന് പറഞ്ഞാൽ അത് ഉറപ്പിക്കപ്പെട്ട ഒരു ബന്ധം. കുടുംബബന്ധം അത് വളരെ സ്ട്രോങ് ആയി ഒരിക്കലും അഴിഞ്ഞു പോകാത്ത ഒരു ബന്ധം. ചിലപ്പോൾ നമുക്കറിയാം എത്രയോ കുടുംബങ്ങൾ സ്വന്തം 9 മാസക്കാലം വയറ്റിൽ വെച്ച് നൊന്ത് പ്രസവിച്ച ഉമ്മ, അതുപോലെ ചെറുപ്പകാലത്ത് നമുക്ക് വേണ്ടി എല്ലാ ത്യാഗങ്ങളും ചെയ്ത നമ്മുടെ ഉപ്പ, ഈ ഉപ്പയും ഉമ്മയും അതുപോലെ പെങ്ങന്മാർ, സഹോദരന്മാർ, ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഒരിഞ്ഞു പോകാത്ത ബന്ധം, ഒരിഞ്ഞു പോകാത്ത ബന്ധമാണ് ഈ ബന്ധം എന്ന് പറഞ്ഞത്. ചിലപ്പോ നമുക്കറിയാം പിന്നെ സാധാരണയാണ് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ പെണ്ണിനെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ അന്നത്തതോടുകൂടി പിന്നെ ഈ ബന്ധം കുറച്ചിങ്ങനെ അഴിഞ്ഞു പോയി. പിന്നെ തീരെ ബന്ധം തന്നെ ഉമ്മയോടും ഉപ്പയോടും ആ ഒരു മുമ്പുണ്ടായ ബന്ധം തന്നെ ഒരിഞ്ഞു പോകുന്ന ഒരവസ്ഥ. എന്താ ഇതിന്റെ കാരണം കാരണം ഭാര്യയും ഭർത്താവും രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ തലയണ മന്ത്രം പറഞ്ഞു തലക്കണാണ്ട് വെച്ചിട്ട് ഭർത്താവിന്റെ ചെവിയിൽ ഇങ്ങനെ ഊതി കൊടുക്കുക. നിങ്ങളുടെ ഉമ്മ തരില്ല, ഉപ്പാന്റെ പ്രവർത്തനം തരില്ല, ഉപ്പ അങ്ങനെയാണ്, ഉപ്പ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമീമത്ത് പറയാനാണ്, ഏഷനി പറയാന്ന് പറയും. ഉമ്മയെ കുറിച്ച് കുറ്റം പറയാം, ഉപ്പയെ കുറിച്ച് കുറ്റം പറയാം. അങ്ങനെ കുറെ പറഞ്ഞു അവസാനത്തായി മകന്റെ മനസ്സിൽ ഉപ്പയോട് ഭയങ്കര വെറുപ്പായി, മകന്റെ മനസ്സിൽ ഉമ്മയോട് ഭയങ്കര വെറുപ്പായി. പിന്നെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു രോഗം തന്നെയാണ് എന്ന് കരുതിയ ഈ മകന്റെ മനസ്സിൽ പിന്നെ ഉമ്മ എന്ന് പറയുമ്പോൾ ഭയങ്കര വെറുപ്പാണ്. അല്ലെ? എത്ര അനുഭവങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ നാടിൽ, ഞങ്ങളുമായി പരിചയമുള്ള ആളുകളിൽ എത്ര ആളുകൾ പ്രയാസങ്ങൾ പറയുന്ന ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. അതിന്റെ തുടക്കം വീട്ടിലേക്ക് കടന്നു വന്ന മരുമകളാണ്, വീട്ടിലേക്ക് കടന്നു വന്ന ഒരു പെണ്ണാണ്. ആ പെണ്ണ് നടത്തുന്ന ഈ മന്ത്രം കൊണ്ട്, ഈ ഊതൽ കൊണ്ട് ഉറപ്പിക്കപ്പെട്ട ആ കെട്ടുകൾ അത് അഴിഞ്ഞു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞു, നബിയെ, ഇങ്ങനെയുള്ള പെണ്ണിൽ നിന്നിട്ട് നിങ്ങൾ അല്ലാഹുവോട് കാവലിനെ തേടണം. അത് ഭയങ്കര ഇന്നലെ ബറാത്തിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷത്തോടെ യാസീൻ ഓതി, അല്ലെ, ഒരുപാട് അമലുകൾ ചെയ്തു. രാത്രി വരെ തസ്ബീഹ് ചൊല്ലിയ ആളുകളുണ്ടാവും, രാത്രി വരെ നിസ്കരിച്ച ആളുകളുണ്ടാവും. ഈ നിസ്കാരവും ഈ തസ്ബീഹും ഈ യാസീനും ഇതൊക്കെയും കബൂലാകണമെങ്കിൽ പ്രത്യേകമായ നിബന്ധനയുണ്ട്. ആ നിബന്ധനയിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യം എന്തറിയോ? ബറാത്തിന്റെ രാത്രികൾ എത്ര ദുആ ഇരുന്നാലും ആ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ, ആ ദുആ തടസ്സപ്പെടുത്താൻ കാരണമാകുന്ന ഒരു പ്രവർത്തനമാണ് ഈ കുടുംബ ബന്ധം ഒരുക്കുന്ന ഒരാളുണ്ട്. അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ കുടുംബം ബന്ധം ഒരിച്ചാലുണ്ടായാൽ നമ്മുടെ 200 പേരുടെ ആമീനും ദുആയും എല്ലാം വേസ്റ്റാണ്. ഉത്തരം കിട്ടൂല. ആര് പറഞ്ഞു? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് കുടുംബ ബന്ധം മരിക്കാന്ന് പറഞ്ഞാൽ അത് അത്രയും ഭയാനകമായ ഒരു അവസ്ഥയാണ്. ദുനിയാവിൽ നമുക്ക് അതിന്റെ നഷ്ടം ഉണ്ടാവും, ആഖിറത്തിലും അതിന്റെ വലിയ പരാജയം നാം അനുഭവിക്കേണ്ടി വരുമെന്നതാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന് അങ്ങനെയുള്ള ഒരു അർത്ഥം തന്നെ പറഞ്ഞത്. നമീമത്ത് പറയുന്ന പെണ്ണുങ്ങൾ പറഞ്ഞത് സിഹർ ചെയ്യുന്ന പെണ്ണെന്നാണ്. അതിന്റെ അർത്ഥം തന്നെ വേറെയാണ്. മഹാന്മാർ പറഞ്ഞത് നഫാസാത്ത് എന്ന് പറഞ്ഞാൽ നമീമത്ത്, ഏഷണി പറയാം. ഇതനെയും ഫസാദും ഉമ്മയെ കുറിച്ച്, പെങ്ങളെ കുറിച്ച്, ആങ്ങളെ കുറിച്ച്, കുടുംബക്കാരെ കുറിച്ച്, അയൽവാസികളെ കുറിച്ച് നല്ല ബന്ധമായിരുന്നു. അയൽവാസി എന്ന് പറഞ്ഞാൽ വല്ലാത്ത ബന്ധമായിരുന്നു. ഒരു പുതിയൊരു മെമ്പർ വന്നതോടുകൂടി ആ ബന്ധത്തിന്റെ ചെറിയൊരു മുറിവൊന്നോ അകലം ബന്ധമോ ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും. കാരണം അത് നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന വലിയ വിഷയമാണ് എന്നതാണ്. ഈമാനിനെ ബാധിക്കുന്ന വലിയൊരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പെണ്ണിൽ നിന്നിട്ട് നബിയെ നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ തേടണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. കാരണം അത് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തും, നമ്മുടെ ബർക്കത്ത് നഷ്ടപ്പെടുത്തും, അവസാനം നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാകും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു, മിഅ്റാജിന്റെ രാത്രി ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ ഹബീബായ തങ്ങൾ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടു. എന്താ? ആ പെണ്ണുങ്ങളുടെ നാവിങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് ആ നാവിനെ തീയിൽ ചുട്ടുകരിക്കുന്ന ഭയാനകമായ അവസ്ഥ കണ്ടപ്പോൾ ഹബീബായ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീലേ, എന്തൊരു അദാബാണ് നാവിനെ പൊടിച്ച് വലിച്ചുകൊണ്ട് അതിനെ വേണിക്കുന്ന ഒരവസ്ഥ, അതിനെ ചൂട് വെക്കുന്ന ഒരവസ്ഥ. ഹബീബായ തങ്ങളോട് റസൂലുള്ളാഹി തങ്ങളുടെ മറുപടി എന്തായിരുന്നു? ഓ നബിയേ, ഇത് കുറെ പെണ്ണുങ്ങളാണ്.
അവരുടെ നാവ് കൊണ്ട് ഭർത്താവിനെ വേദനിപ്പിച്ച കണ്ടാണ്. നാവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നാവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പല ബന്ധങ്ങൾ ഒഴിഞ്ഞു പോകാൻ, പല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്ന ഒരു അവയവമാണ് നാവ് എന്ന് പറഞ്ഞാൽ. അത് സൂക്ഷിച്ചാൽ അൽഹംദുലില്ലാഹ് പിന്നെ ദുഃഖിക്കേണ്ടി വരൂല. അത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരൂല. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ എല്ലാ അമലുകളും മറ്റുള്ള ആളുകൾക്ക് ഓഹരി ചെയ്തു കൊടുക്കേണ്ട ഒരവസ്ഥ വന്നുപോകും എന്നതാണ് അതിനർത്ഥമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു. അല്ലാഹു തആല നമ്മുടെ ഈമാൻ നന്നാക്കി തരട്ടെ. നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, എല്ലാ സഹോദരിമാരെയും അതുപോലെയുള്ള ആ അവസ്ഥയിൽ നിന്ന് പടച്ചവനെ നീ കാക്കണേ റഹ്മാനെ, നീ സലാമത്ത് നൽകണേ അല്ലാഹ്. നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുന്ന സഹോദരിമാര് സ്വാലിഹത്തുകളായ സഹോദരിമാരായി, നമ്മുടെ ഉമ്മമാര്, പെണ്ണന്മാര്, ഭാര്യ മക്കള് സ്വാലിഹത്തുകളായി നീ ആക്കിത്തരണേ അല്ലാഹ്. ഞങ്ങളെയും നീ സ്വാലിഹ്യങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഹബീബായ തങ്ങളും മഹദിയായ ബീബി ആയിഷ റളിയല്ലാഹു അൻഹയും ഹബീബായ തങ്ങളും മഹദിയായ ബീബി ഖദീജ റളിയല്ലാഹു അൻഹയും മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും ഫാത്തിമ ബീവിയും റബ്ബേ ഖിയാമത്ത് നാൾ വരെ വരുന്ന ഭാര്യ ഭർത്താക്കൾക്ക് മാതൃകയാണ് അവരുടെ ജീവിതം, അവരുടെ സംസാരം, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സിനിമകൾ പടച്ചവനെ. അതുപോലെ അത് മനസ്സിലാക്കി ഞങ്ങൾക്കും മരിക്കുന്നത് വരെ ഭാര്യ ഭർത്താക്കൾ നല്ല റാഹത്തോടെ, ഐക്യത്തോടെ, സന്തോഷത്തോടെ പൊരുത്തപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പൊരുത്തപ്പെട്ട് ജീവിച്ചു പോകാൻ നല്ല കണ്ടു തരണയുണ്ട്, നല്ല മനസ്സ് തരണയുണ്ടോ പടച്ചോനെ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുപാട് അമലുകൾ നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്തോണ്ടോ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കഴിഞ്ഞ രാത്രിയിൽ അടിമകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നീ തീരുമാനിച്ച ദിവസമാണ്, മലക്കുകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത ദിവസം. അല്ലാഹ്, ഞങ്ങൾക്ക് നമ്മുടെ വീട്ടുകാർ, നമ്മുടെ അയൽവാസികൾ, നാട്ടുകാർ, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവർ, നമ്മുടെ ഈ പള്ളിയെ സ്നേഹിക്കുന്നവർ, പള്ളിയെ സഹായിച്ചവർ, പള്ളിയുമായി പടച്ചവനെ നല്ല രൂപത്തിലുള്ള സഹകരണങ്ങൾ ചെയ്യുന്ന ആളുകൾ എല്ലാവർക്കും ഹൈറായ വിധികൾ നീ നടപ്പിലാക്കണേ അല്ലാഹ്. ശർറായ വിധികൾ മുഴുവൻ നീ മാറ്റണേ അല്ലാഹ്, നീ മാറ്റണേ അല്ലാഹ്. അപകടങ്ങൾ, മുസീബാത്തുകൾ, രോഗങ്ങൾ, പെടുന്നതിനുള്ള മരണങ്ങൾ, എല്ലാവിധ ശർറാത്തുകളിൽ നിന്നും നീ കാവൽ നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് പ്രവാസികളായി അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ നാട്ടുകാർ, വീട്ടുകാർ, സ്നേഹിതന്മാർ, സഹായിച്ചവർ, വസീയത്ത് ചെയ്തവർ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അവർ ചെയ്യുന്ന ജോലി, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, റമദാനിലേക്ക് ദിവസങ്ങൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. യാ അല്ലാഹ്, ജീവിതത്തിലൊക്കെ റമദാൻ കഴിഞ്ഞുപോയി, ഈ റമദാൻ കഴിഞ്ഞു പോകാനുള്ളതാണ് റബ്ബേ. പോകുമ്പോ റമദാനിനോട് നിങ്ങൾ അവസാനം സലാമ പറയുമ്പോൾ റമദാനെ ദുഃഖിക്കുന്ന രൂപത്തിൽ ആ റമദാനിനെ പൊരുത്തപ്പെടുത്തുന്ന ഒരുപാട് അമലുകൾ ചെയ്യാൻ നിങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചവനെ, ഈ റമദാനിൽ നമ്മുടെ പള്ളിയുടെ പുരോഗതിക്ക് വേണ്ടി, നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ നിന്നിലേക്ക് ഏൽപ്പിച്ച് അത് തീരുമാനിച്ചതാണെങ്കിൽ അത് നീ വിജയിപ്പിക്കണേ അല്ലാഹ്, അത് നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അതിന്റെ വേണ്ട എല്ലാവിധ സാമ്പത്തികമായ സഹായങ്ങൾ അർഹതപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് അർഹതപ്പെട്ട ആളുകളുടെ കയ്യിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മുഹമ്മദ്, നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചുപോയി. പടച്ചോനെ, ഈ സദസ്സിലുള്ള പലരുടെയും ഉമ്മമാർ മരിച്ചവരുണ്ട്, അതുപോലെ റബ്ബേ സഹോദരന്മാർ മരിച്ചവരുണ്ട്, ഉമ്മമാർ മരിച്ചുപോയവരുണ്ട്. റബ്ബേ, കുടുംബത്തിൽ മറക്കാൻ കഴിയാത്ത ഒരുപാട് വ്യക്തിത്വങ്ങൾ റബ്ബേ കഴിഞ്ഞ ഒരുപാട് റമദാനുകൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവർ, റാത്തിന്റെ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പലരും പടച്ചോനെ, അവർക്കെല്ലാം നീ സ്വർഗം നൽകണേ അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه